ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടെടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓൾറെഡി ഉണ്ട്, ലോങ് വീഡിയോ ആണ്. ഞാനത് എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ ഒരു സൺഡേ വീട്ടിലിരുന്നാലത്തെ എൻ്റെ പ്രധാന പരിപാടികളൊക്കെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, വിശേഷം കാര്യങ്ങളൊന്നുമില്ല. സൺഡേ ആണെങ്കിൽ ഞാൻ മാക്സിമം പരമാവധി റെസ്റ്റൊക്കെ എടുത്ത് സെൽഫ് പാമ്പറൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കും, പിന്നെ കുറച്ച് നേരം ടി വി കാണും, പിന്നെ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യില്ല കേട്ടോ, എനിക്ക് മടുപ്പാവും പെട്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞൊരു 10-11 മണിയൊക്കെ ആയപ്പോൾ വിശന്നു. അപ്പം ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചു, കാരണം ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും ചായയും കൂടെ കുടിച്ചു. ചായക്ക് വലിയ മധുരമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ തോന്നുമ്പോൾ കുടിക്കും. പിന്നെ അമ്മ രാവിലെ തന്നെ തറവാട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായി. 7 മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിനി അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നറിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കൂട്ടിയിരിക്കാൻ വേണ്ടി വരുന്ന വരവാണത്. പ്ലാസ്റ്റർ ഇപ്പം അഴിച്ചിട്ടേ ഉള്ളൂ, അതാണ് ആ നടപ്പിനൊരു വ്യത്യാസം. പിന്നെ ആൾ വന്നപ്പോൾ അവിടെ നിന്ന് അമ്മ അതേ കുറച്ച് പഴംപൊരിയും ഉള്ളിവടയും കുഞ്ഞുള്ളിവടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് കുറച്ചൊക്കെ കഴിച്ചിട്ട് കുളിയും പാസ്സാക്കി നേരെ കയറി കിടന്ന് ഉറങ്ങിയിട്ടോ. ഇതെന്നെ നോക്കാൻ വന്ന ആൾ എന്നെക്കാളും വലിയ ഉറക്കമാണ് അപ്പുറത്ത് കിടന്നിട്ട്. അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും എൻ്റെ അമ്മ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മസാല ദോശയും കൊണ്ടാണ് വന്നത്. പ്രഗ്നൻ്റ് ആവുന്നത് വരെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും പക്ഷേ പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാത്തതുമായ ഒരു ഫുഡാണ് മസാല ദോശ. പിന്നെ കിട്ടിയപ്പോൾ കഴിച്ചു എന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി 5:30 ആയപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിൽ കൊണ്ടു കേട്ടോ. ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് രാവിലത്തെ വെയിലൊന്നും കൊള്ളാൻ പറ്റാറില്ല. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊള്ളും. ഉച്ചയ്ക്ക് ചോറിനകത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറുണ്ണാന്ന്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രഗ്നൻ്റ് ആയത് പ്രമാണിച്ച് സ്പെഷ്യൽ ഫുഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എന്താണോ കഴിക്കാൻ തോന്നണോ, വീട്ടിലുള്ളത് എന്താണോ അത് കഴിക്കും, അത്ര തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മ ഉച്ചയ്ക്ക് കൊടുത്തു വിട്ട ഉള്ളിവട. അപ്പോൾ അത് ഞാൻ കുറച്ച് സോസ് എടുത്ത് കൂട്ടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം ടി വി കണ്ടു കേട്ടോ. അത് കഴിഞ്ഞതാ വൈകുന്നേരം കഞ്ഞിയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം ടി വി കണ്ടു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി നേരം നടക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം ഇനി പോയി കിടന്ന് ഉറങ്ങുകയാണ്. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ്, സൺഡേ പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ.